ജ്യോതിഷ ദർശനം പരിപാടിയിലേക്ക് മാന്യ പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം. ചോതി നക്ഷത്രത്തെ സംബന്ധിക്കുന്ന ഫലങ്ങൾ ഈ വരുന്ന 2026 എങ്ങനെ ഇരിക്കുമെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചുള്ള ചോതി എന്നല്ല, സ്വാതി നക്ഷത്ര സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വ്യാപ്തിയുള്ള ഒരു നക്ഷത്രമായിട്ടും വളരെ പൂജ്യപൂജനീയമായ ഒരു നക്ഷത്രമായിട്ടും പറഞ്ഞു കേൾക്കുന്ന നക്ഷത്രമാണ് ചോതി. ആ ചോതിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു ചൊല്ലുണ്ട്, ചോതി ചോദിക്കാതെ കിട്ടും. എന്ത് കാര്യങ്ങളും അവർ നിലച്ചിരിക്കാതെ ഓരോ ഭാഗ്യങ്ങൾ വന്ന് കയറുന്ന കൂട്ടത്തിലാണ്. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ കർക്കശ സ്വഭാവമുള്ളവരാണ്, കണിശ സ്വഭാവക്കാരാണ്. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, ഒരു തുലാസ് പോലെയാണ്. ഏത് കാര്യത്തെയും വളരെ കൃത്യമായി ഒരു ജഡ്ജ്മെൻറ്റോടുകൂടി കാണുന്നവരാണ്, ഒരു നിരീക്ഷണ പാഠവും കാണിക്കുന്നവരാണ്. ഈ നക്ഷത്രത്തിൻ്റെ ഗണം ദൈവഗണമാണ്. അപ്പോൾ സാത്വികമായ എല്ലാ നല്ല കാര്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തുന്ന അല്ലെങ്കിൽ മുഹൂർത്തമൊക്കെ കുറിക്കാൻ പറ്റുന്ന ഒരു നക്ഷത്രമാണ്. അല്ലെങ്കിൽ ചോതി നക്ഷത്രത്തിൽ തന്നെ ഒരു കാര്യം ആരംഭിച്ചാൽ അതൊക്കെ നന്നായിരിക്കും. പിന്നെ നീർമരുതാണ് ചോതി നക്ഷത്രത്തിൻ്റെ വൃക്ഷം. ആ നീർമരുത് വെച്ച് പിടിപ്പിച്ച് നമ്മൾ കാണാറില്ലേ, നക്ഷത്ര വനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് 27 നക്ഷത്രക്കാരുടെയും നക്ഷത്രം വെച്ച് പൂജിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല അങ്ങനെ വൃക്ഷത്തെ നട്ടു വളർത്തുന്നു, വൃക്ഷത്തെ പൂജിക്കുന്നു. ഈ നക്ഷത്രക്കാർക്ക് വളരെ ഗുണാനുഭവങ്ങളുണ്ടാകും. രാഹുർദശയിലാണ് ഇവരുടെ ജനനം. ആ രാഹുർദശ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ഒരു 9 വയസ്സ് വരെ രാഹുർദശ കഴിഞ്ഞാൽ പിന്നത്തെ ഒരു 10-16 കൊല്ലം, അതായത് ബാല്യം കൗമാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ യൗവനം തുടങ്ങി ജീവിതത്തിൻ്റെ ഒരു പ്രധാനമായ കാര്യങ്ങളിലേക്ക് കടക്കുന്ന സമയം ഇവർക്ക് വളരെ നല്ലതായിരിക്കും. ഒത്തിരി പരീക്ഷണങ്ങളെയും പ്രതിസന്ധികളെയും നേരിടേണ്ടി വരും. എതിർപ്പുകളെ വകവെക്കാതെ പെരുമാറുന്നവരായിരിക്കും ഈ നക്ഷത്രത്തിൽപ്പെട്ടവർ. ഇവർക്ക് പട്ടാള, പോലീസ്, നീതിന്യായ മേഖലകളിലൊക്കെ ജോലി ലഭിക്കാൻ കൂടുതൽ സാധ്യതയുള്ളവരാണ്. ഇപ്പോൾ ഈ ചോതി നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യസ്ഥാനത്ത് ആണ്, 9-ൽ വ്യാഴമാണ്. ആ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് ജാതക സംബന്ധമായിട്ടോ ചാരവശാലോ എന്തെങ്കിലുമൊക്കെ ദോഷദുരിതങ്ങൾ വന്നാലും ആ വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ട് വളരെ അനുകൂലമായിരിക്കുന്ന ഫലങ്ങൾ ഇവർക്കുണ്ടാകും. പിന്നെ സഹായ സ്ഥാനങ്ങളെല്ലാം ശ്രദ്ധിക്കുക. മനസ്ഥാനത്തിന് വളരെ ബുദ്ധിമുട്ടുകൾ, സന്താനങ്ങൾക്ക് ക്ലേശങ്ങളുണ്ടാകുക, സന്താനങ്ങളെ കൊണ്ട് ക്ലേശങ്ങളുണ്ടാകുക, രോഗാരിഷ്ടതകളുടെ ധനനഷ്ടം ഉണ്ടാകുക. ഇതിനൊക്കെ രാഹുവിനെ ഭജിക്കുക. ഇപ്പം മണ്ണാർശാല പോലെയോ പാവുമ്മേക്കാവ് പോലെയോ വെട്ടിക്കോട് പോലെയുള്ള സർപ്പക്ഷേത്രങ്ങളിലൊക്കെ പോയി ദർശനം നടത്തുക, 100 പാലും വഴിപാട് നടത്തുക, ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടും. ശനി ദോഷകാരിയാണ്, 6-ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നതെങ്കിലും കണ്ടകശനിയോ അഷ്ടമശനിയോ ഏഴരശനിയോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത്തരം പ്രശ്നങ്ങളില്ല. എന്തായാലും ചോതി നക്ഷത്രക്കാർ കൂടുതലും ധർമ്മശാസ്താവിൻ്റെ ശബരിമല ദർശനം ചെയ്യുക. ഇനി ശബരിമല വരെ പോകാൻ പറ്റാത്തവർ അടുത്തുള്ള അയ്യപ്പ ക്ഷേത്രങ്ങൾ ദർശനം ചെയ്യുക, മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ സർപ്പക്ഷേത്രങ്ങളിലൊക്കെ വഴിപാട് നടത്തുക. ഇതൊക്കെ ചെയ്യുന്നത് ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷക്കാലം നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.